ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് പരിപ്പൊന്നും ചേർക്കാതെ തന്നെ നല്ല തിക്ക് ഗ്രേവിയോട് കൂടി വളരെ പെട്ടെന്ന് ചോറിൻ്റെയും ചപ്പാത്തിയുടെയും എല്ലാം കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു മുരിങ്ങയിലക്കറി റെഡിയാക്കാം. മുരിങ്ങയിലക്കറി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു ചെറിയ കെട്ട് മുരിങ്ങയിലയാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായി വാഷ് ചെയ്ത ശേഷം ഒന്ന് ഊരിയെടുക്കാം. ഇതിലേക്കുള്ള തേങ്ങ ഒന്ന് അരച്ചെടുക്കാം. അതിനായിട്ട് ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 1/4 ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുക്കാം. ചെറിയ ജീരകമാണ്. ഇനി ഇതിലോട്ട് 2 ചുവന്നുള്ളി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായി തന്നെ ഒന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ഒരു പാൻ വെച്ച് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആദ്യം ഇതിലോട്ട് നമുക്ക് കടുക് ഇട്ട് കൊടുക്കണം. ഞാനിതിലോട്ട് 2 ടീസ്പൂൺ കടുകാണ് ഇട്ട് കൊടുക്കുന്നത്. കടുകെല്ലാം ഇപ്പോൾ പൊട്ടി വരുന്നുണ്ട്. ഈ സമയം ഇതിലോട്ട് 2 ഉണക്കമുളക് പൊട്ടിച്ച് വെച്ചതും 4 വെളുത്തുള്ളി കട്ട് ചെയ്ത് വെച്ചതും അല്പം വേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒന്ന് ചൂടായി വരുന്നുണ്ട്. ഈ സമയം ഇതിലോട്ട് ഒരു സവാള കട്ട് ചെയ്ത് വെച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടി നന്നായി തന്നെ ഒന്ന് വഴച്ചെടുക്കാം. സവാളയെല്ലാം ഇപ്പോൾ വഴച്ചെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലോട്ട് ഇനി ഒരു തക്കാളി കട്ട് ചെയ്ത് വെച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയ തക്കാളി കട്ട് ചെയ്ത് വെച്ചതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ തക്കാളിയെല്ലാം നന്നായി തന്നെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളക് പൊടിയെല്ലാം ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്ക് എരിവിനനുസരിച്ച് കൂട്ടിയും കുറച്ചെടുക്കാം. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ വാഷ് ചെയ്ത് ഊരി വെച്ചിട്ടുള്ള മുരിങ്ങയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. മുരിങ്ങയിലയും ഇതുപോലെ ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം എല്ലാം കൂടി നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒരുമിച്ചൊന്ന് ആക്കിയതിന് ശേഷം നമുക്കൊന്ന് മൂടി വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരു 3 മിനിറ്റ്സ് ഒന്ന് മൂടി വെച്ച് കൊടുത്താൽ മതിയാവും. ഇപ്പോൾ ഒരു 3 മിനിറ്റ്സ് ആകുമ്പോഴേക്കും മുരിങ്ങയില എല്ലാം ഇവിടെ കുക്കായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് ഈ സമയം അരപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. ഇതേ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് പരിപ്പൊന്നും ചേർക്കാതെ തന്നെ നല്ല ടേസ്റ്റിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന മുരിങ്ങയില കറിയാണ്. വളരെ പെട്ടെന്ന് തന്നെ ഇത് റെഡിയാക്കി എടുക്കാനും പറ്റും. അപ്പോൾ എല്ലാം കൂടെ നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അരപ്പിലോട്ടുള്ള അല്പം ഉപ്പ് കൂടെ ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മുരിങ്ങയില ഓൾറെഡി നമ്മൾ കുക്ക് ചെയ്ത് എടുത്തിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇതൊന്ന് മൂടി വെച്ച ശേഷം ഒരു 2 മിനിറ്റ്സ് ഒന്ന് ബോയിൽ ചെയ്തെടുത്താൽ മതിയാവും. അപ്പോഴേക്കും അരപ്പെല്ലാം മുരിങ്ങയിലയെല്ലാം നന്നായി തന്നെ പിടിച്ചു വന്നിട്ടുണ്ടാവും. ഇപ്പോൾ ഒരു 2 മിനിറ്റ്സ് ആകുമ്പോഴേക്കും കറി നന്നായി തിളച്ച് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു കറി നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും എല്ലാം കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. വീഡിയോ കണ്ട ശേഷം ഫീഡ്ബാക്സിനെയിൽ അറിയിക്കാനും മറക്കരുത്. താങ്ക് യു.